യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോളെ, എഴുതി കഴിഞ്ഞോ? ഇല്ല, കുറച്ചും കൂടി ബാക്കിയുണ്ട്. ആ, വേഗാവട്ടെ. അയ്യോ ദിവ്യാന്റി, ഞാൻ ഒരു കാര്യം മറന്നുപോയി. എന്താ? നോക്കിയേന്റി. ആഹാ, ഇത് കൊള്ളാലോ. വെരി ഗുഡ്. ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടി എനിക്ക് മാത്രം. ആണോ? മിടുക്കി കുട്ടി. അല്ല, എന്താ ഇവിടെ രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ? എനിക്കിതൊരു വലിയ സന്തോഷം തന്നെയാ സർ. ഇത് നോക്കി. മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാ. ഇതുവരെ മോൾക്ക് ആവറേജ് മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും മോള് കലക്കി കേട്ടോ. ദേവിയന്റി പഠിപ്പിച്ചോണ്ട് എനിക്ക് എല്ലാം എഴുതാൻ പറ്റിയത്. ആന്റി പഠിപ്പിച്ചെങ്കിലും പഠിച്ചത് മോളല്ലേ? ഏയ്, അങ്ങനെയല്ല. ഇതിനു മുമ്പ് എത്രയോ ടീച്ചർമാർ വന്നു, അവരൊക്കെ നല്ലതുപോലെ പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ മോൾക്ക് എപ്പോഴും ആവറേജ് മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ ദേവിക പഠിപ്പിച്ചപ്പോ അവൾക്ക് ഫുൾ മാർക്കും കിട്ടി. എന്തായിരിക്കും അതിന് കാരണം? എന്ത് കാരണം? പ്രത്യേകിച്ച് ഒരു കാരണമില്ല. ഇല്ലെന്ന് ദേവിക്ക് തോന്നുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വേറൊരു കാരണമുണ്ട്. എല്ലാവരും പഠിപ്പിക്കുമ്പോൾ അവര് പുസ്തകത്തിലുള്ളത് മാത്രമേ പഠിപ്പിക്കൂ. ദേവിയവൾക്ക് സ്നേഹം കൂടി പകർന്നു കൊടുത്തു. അതുകൊണ്ട് ദേവിയെ പഠിപ്പിക്കുന്നതെല്ലാം മോള് പെട്ടെന്ന് പഠിക്കും. പഠിച്ചതൊക്കെ അവളുടെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? ഇതിനൊക്കെ മോളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനല്ലേ സർ അഡ്വാൻസ് ആയിട്ട് എനിക്ക് ഒരു വർഷത്തെ ശമ്പളം മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തത്. പണത്തിലൊന്നും ഒരു കാര്യമില്ല മോളെ. മോള് പകർന്നു നൽകുന്ന നന്മയും സ്നേഹവുമാണ് ശ്രുതിമോൾക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ കാരണം. നിരഞ്ജൻ, മോനെ നിരഞ്ജൻ. സർ. ആ, ഒന്നി വന്നേ. എന്താ ആകപ്പാടെ എല്ലാവർക്കും ഒരു സന്തോഷം. നോക്ക് സ്വാമി, ശ്രുതിമോൾക്ക് പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക്. ഇത് നോക്ക് ഡോക്ടറെ, ശ്രുതി മോള് തകർത്തു. വെരി ഗുഡ്, മിടുക്കി. ഇതിനച്ഛൻ മോൾക്ക് പ്രത്യേക ട്രീറ്റ് വരുന്നത്. എന്റെ മോള് സൂപ്പറാ. ട്രീറ്റ് മോൾക്ക് മാത്രം പോരാ, ദേവികൾക്കും കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എല്ലാവർക്കും വേണം. തീർച്ചയായും. എന്റെ മോൾ ഇത്രയും മാർക്ക് വാങ്ങിയതിന് എല്ലാവർക്കും ഞാൻ ട്രീറ്റ് തരും. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ദേവികയ്ക്കാണ്. ദേവിക പഠിപ്പിക്കാൻ വന്നതിന് ശേഷം മോൾ ആകെ മാറി. മോള് മാത്രല്ല, ഈ വീട് ആകെ ഒന്ന് ഉണർന്നു. എല്ലാരും കൂടി എന്നെ ഇങ്ങനെ പുകഴ്ത്തിയാലേ ചിലപ്പോ ഞാനങ്ങ് പറന്നു പോകും. അല്ലേ മോളെ? നോക്കുമോനെ, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? എപ്പോഴത്തെയും പോലെ സാധാരണ സന്തോഷം മാത്രം. നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ കഴിയൂ. എന്തായാലും ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം. അതെ സാറേ, തീർച്ചയായിട്ടും ഇത് ആഘോഷിക്കണം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും ഒരു സന്തോഷം ഉണ്ടാവുന്നു. ഇത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെന്താ ആഘോഷിക്കുക? മോനെ. എന്താ സർ? ഈ സന്തോഷത്തിനിടയിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇനി അങ്ങോട്ട് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ മോൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ എവിടെയോ ഒരു അപകടം വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചന. എന്റെ മനസ്സിലിരുന്ന് ആരോ അങ്ങനെ പറയുന്നത് പോലെ. അതിന് നമുക്ക് ആരാ സർ ശത്രുക്കൾ? ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. അതെനിക്കറിയാം. പക്ഷെ എന്നാലും
ഒന്നുകൂടി ഒന്ന് സൂക്ഷിക്കണം. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എപ്പോഴും ശത്രുക്കളുണ്ടാവും. ആരാണ് ശത്രുവെന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. ചിലപ്പോ അത് കൂടെ നിൽക്കുന്നവർ തന്നെയാവും. മോന്റെ കണ്ണെത്താത്ത ഒരു സ്ഥലം പോലും ഹോസ്പിറ്റലിൽ ഉണ്ടാവരുത്. സാറ് പേടിക്കണ്ട, ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം. നമ്മുടെ ഹോസ്പിറ്റലിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അത് മതി, ആ ഉറപ്പ് മതി എനിക്ക്. സാറെന്താ അങ്ങനെ പറഞ്ഞത്? ഇതുവരെ ഇങ്ങനൊരു കൺഫ്യൂഷൻ സാറ് പറഞ്ഞിട്ടേ ഇല്ല. സാർ ആരെയോ ഭയക്കുന്നുണ്ട്. ആരെയായിരിക്കും? ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണല്ലോ. ഇതിന് വ്യക്തമായ തെളിവുകൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. ആള് ഇവൻ തന്നെയാണെന്ന് അവരെ ഉറപ്പിച്ചു പറയാം. പക്ഷെ പേര് ശരത്ത് തന്നെയാണെന്ന് അവർക്ക് ഓർമ്മയില്ല. 1.5 വർഷം അവരവിടെ താമസിച്ചിരുന്നു. ആ സമയത്ത് ഇവൻ താമസിച്ചതിന് അടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതായി. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പം ഇവനും അവിടെ വിട്ടു. പക്ഷെ ആ പെൺകുട്ടി ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ എന്ന് അവിടെ ആർക്കും അറിയില്ല. ഇതെവിടെയാ സ്ഥലം? കൊട്ടാരക്കരയ്ക്കടുത്ത്. ഈ പേരിൽ തന്നെയാണോ അവനവിടെ താമസിച്ചിരുന്നത്? ഒരു 3 മാസമേ അവൻ അവിടെ ആകെ താമസിച്ചിട്ടു. അടുത്തുള്ള ആരായിട്ടും അധികം സമ്പർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ശരത്തെന്നാണ് പേരെന്ന് പോലും അധികം ആർക്കും അറിയില്ല. ഇത് സ്വാമിയോട് ആരാ പറഞ്ഞേ? ഒരു സുഹൃത്ത് വഴി അറിഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഇവൻ ഒന്നിലധികം പേരുകൾ ഉണ്ടാവണം. പല സ്ഥലങ്ങളിൽ പല പേരുകളിലായിരിക്കണം ഇവൻ അവിടെയൊക്കെ താമസിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് എൻ്റെ സംശയം. അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അന്വേഷിച്ചോ? അവന്റെ ഫോട്ടോ കണ്ടപ്പം അവർക്ക് ആളെ മനസ്സിലായി. അവര് പാവങ്ങളാ. അതുകൊണ്ട് പിന്നീട് കേസിനും മുക്കാരനൊന്നും പോയില്ല. തന്നെയല്ല, ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ രോഗികളാ. അവരാരും വീടിന് പുറത്തേക്ക് ഇറങ്ങാറില്ല. അവർക്ക് ഇവനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ സാധിക്കൂ? ആ പെൺകുട്ടിയായി മാത്രമാണ് ഇവന് ബന്ധമുണ്ടായിരുന്നത്. ഇവൻ ആ വീട്ടിൽ ചെല്ലുകയോ അവരായി സൗഹൃദം സ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരിക്കൽ മാത്രമേ അവരിവനെ കണ്ടിട്ടുള്ളൂ. ഫോട്ടോ കണ്ടപ്പോ തന്നെ അവരാളിനെ തിരിച്ചറിഞ്ഞു. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്തുള്ളൊരു ക്രിമിനൽ തന്നെയാണ് ശരത്. അവന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റാക്കറ്റ് ഉണ്ടോന്നാ എന്റെ സംശയം. കാണും. ഇല്ലെങ്കിൽ ഇവൻ ചെന്ന് താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം പെൺകുട്ടികൾ മിസ്സിംഗ് ആവില്ലല്ലോ. നമുക്ക് ഈ കാര്യം പോലീസിൽ അറിയിച്ചാലോ? തൽക്കാലം വേണ്ട. ആദ്യം അവനെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലെത്തട്ടെ. എന്നിട്ട് നമുക്കത് ഏതെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാം. ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം അവനെ പൂട്ടുന്നത്. എന്തായാലും നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ ദേവികയെ അറിയിക്കണം. ദേവികയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദേവിക അറിഞ്ഞിരിക്കണം. ഒന്നിനും മടിക്കാത്തൊരു ക്രിമിനലിനെയാ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് ദേവികയ്ക്ക് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ആ, ഞാനിത് ദേവിയോട് സംസാരിക്കും. അത് മോളെ ഇന്നലെ പഠിപ്പിച്ചിരുന്നില്ലേ? അതിലെ മിസ്സിംഗ് ലെറ്റേഴ്സ്. ആ, അതന്നെ. മോളെ, എന്താ സ്വാമിയേട്ടാ? കുഴിച്ചു കുഴിച്ചു പോകുന്തോറും ആഴം കൂടി വരുന്ന ഒരു ഗുഹ പോലെയാണ് ശരത്തിന്റെ ജീവിതം. എത്ര അന്വേഷിച്ചിട്ടും പലയിടത്തും അവനെ കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോ നമ്മൾ ഇതുവരെ കണ്ട ആളല്ല അവൻ, അല്ലേ? ഒരിക്കലും അല്ല. ഇതുവരെ കണ്ടത് അവന്റെ നിഴൽ മാത്രമാണ്. അവന്റെ യഥാർത്ഥ രൂപം ഈ നിഴല് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ ബന്ധുക്കളെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? അതാ പറഞ്ഞു തരുന്നു. മോളൊന്നോ? മോളെ, മോളിതാ ഫിനിഷിംഗ്. ആൻറ്റി ഇപ്പൊ വരാം.
അവനെക്കുറിച്ച് ഡീറ്റെയിലായി ഞാൻ അന്വേഷിച്ചു. അവന് ബന്ധുക്കൾ ഉള്ളതായിട്ട് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ ഒരു സ്ഥലത്ത് അവൻ ഫാമിലി